ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. നാടൻ ചായക്കടയിലെ നാടൻ പലഹാരമായ പൊരിച്ച പത്തിരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും 2 വലിയ പച്ചമുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം ഒന്നും അരയണ്ട, ഒരു പാകത്തെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാ നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതാ ഇതുപോലെ ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിത് പത്തിരിയുടെ ബാറ്റർ റെഡിയാക്കാം, മാവ് റെഡിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം, വറുത്തരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ടീസ്പൂൺ റവ ചേർത്തെടുക്കുന്നുണ്ട്. റവ ചേർത്തെടുക്കുന്നത് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 1/4 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നല്ലതിട്ട ടേസ്റ്റാണ് കേട്ടോ. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വെട്ടി തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചും കൊടുക്കുക, വാട്ടും ചെയ്യുക കേട്ടോ. വെള്ളം വാട്ടിയിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങളെ സൗകര്യം പോലെ അങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ സോഫ്റ്റ് ആണ് വരെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഓരോ ബൗൾസൊക്കെ എടുത്തിട്ട് നമുക്ക് പരത്തിക്കാണ്ട് ഓരോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബൗൾസായിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തി കൊടുക്കുന്നു കേട്ടോ. പരത്തുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൽ എടുത്തിട്ടില്ല, കാരണം പരത്തുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് പരത്തുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ കുറേ ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഓരോ മാവും വെച്ച് ഞാൻ പരത്തിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നും ഓരോ ബോൾ സൈഡിലാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്ര കുറച്ച് കട്ടി വേണം കേട്ടോ. പൊരിച്ച പത്തിരിക്ക് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഈ കട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിത് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താലും മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്ത് 1 കപ്പോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക്. നല്ല ചൂടായിട്ട് വേണം പത്തിരി നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ, എന്നാലേ അതിൽ പൊന്തി വരുള്ളൂ. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റിന് ശേഷമാണ് ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് പൊന്തി കിട്ടും. ഇപ്പോൾ ഇതാ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രൗൺ കളർ ആവുന്ന വരെ കളർ ചേഞ്ച് ആയിട്ടൊന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ചായക്കടയിലെ നാടൻ പലഹാരമായ പൊരിച്ച പത്തിരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.